ഒരു അഡ്മിഷൻ തുടങ്ങി ഈ വിസ ഇന്റർവ്യൂ വരെയുള്ള അല്ലെങ്കിൽ വിസ കിട്ടുന്നവരുള്ളൊരു എത്ര സമയം എടുക്കും അതിന്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അത് എസ്പെഷ്യലി എന്താ പറയുക, നമ്മുടെ US കോൺസുലേറ്റിൽ വിസ സ്ലോട്ടും ഇന്റർവ്യൂവിന്റെ സ്ലോട്ട്സ് ഒക്കെ കിട്ടുന്നതിന് അനുസരിച്ചിരിക്കും അതിന്റെ. ഇപ്പം നോർമൽ കേസിൽ ഇപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മിഷൻ ക്ലിയർ ചെയ്ത് നമ്മുടെ I-20 നമ്മുടെ കയ്യിൽ വരാനായിട്ട് നമുക്ക് ഒരു മാസം പറയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് I-20 വെച്ച് ഡേറ്റ് എടുക്കാനുള്ള സമയം. അപ്പോൾ നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് ഡേറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അതല്ല നോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം അഡ്മിഷൻ ടു വിസ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു 90 days, അതൊരു 3 മാസത്തെങ്കിലും സമയമെടുക്കും. പിന്നെ ഡിപ്പെൻസ് ആണ്, ഇതൊക്കെ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ ചില സാഹചര്യങ്ങൾ സ്റ്റുഡൻസ് ഡോക്യുമെന്റ് എന്താ പറയുക അറേഞ്ച് ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ ചിലപ്പോൾ ഡിലേ വരാം. ചിലപ്പോൾ അവരുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് സമയം എടുത്തു വരാം. ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അവരുടെ എസ്പെഷ്യലി പെൺകുട്ടികൾക്കാണ് ആ പ്രശ്നങ്ങൾ. അവർ മാരീഡാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു ഹസ്ബൻഡിന്റെ പേര് ചിലപ്പോൾ അവർക്ക് പാസ്പോർട്ടിലുണ്ടാവും, പക്ഷെ അവരുടെ ക്രെഡൻഷ്യൽസിൽ വേറെ ആയിരിക്കും വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ അഫിഡവിറ്റ് എടുക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്ത് ഓരോന്നോരോന്ന് നമ്മൾ ചെക്ക് ചെയ്ത് വന്ന് ഈ പ്രോസസ്സിലേക്ക് എത്തുന്ന സമയത്ത് അതാണ് ഞാൻ പറയുന്നത് ഒരു മാസം തൊട്ട് 3 മാസം വരെയുള്ള സമയം. അത് നോർമലാണ്, പക്ഷെ അത് ഡിപ്പെൻസ്, ഓരോ സ്റ്റുഡന്റിന്റെയും സാഹചര്യം അനുസരിച്ച് അത് കൂടാം. എന്തായാലും ഒരു 3 മാസം എന്നുള്ളത് ഒരു 90 days കുറഞ്ഞ സമയം നമുക്ക് എടുക്കും. അതുപോലെ നമ്മുടെ അഡ്മിഷൻ ഗ്യാരണ്ടി ഉണ്ടോ? ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് മേടിച്ച് നമ്മൾ അത് നോക്കി അതിനെ വെരിഫൈ ചെയ്തതിന് ശേഷമേ നമ്മൾ യൂണിവേഴ്സിറ്റി അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ ഗ്യാരണ്ടി ഉണ്ട് അല്ലെങ്കിൽ കിട്ടുമെന്ന് നമുക്കാവുന്ന സമയത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് പിന്നെ റിജക്ഷന്റെ സാധ്യത നമുക്ക് പറയാം ഒരു 10% ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ സാധ്യത നമുക്ക് ഗ്യാരണ്ടി എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് 100% യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ യൂണിവേഴ്സിറ്റി നമുക്ക് അത് അഡ്മിഷൻ അവിടെ ഇല്ല അല്ലെങ്കിൽ ആ സമയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ അത് അനലൈസ് ചെയ്ത് നമ്മളത് വെരിഫൈ ചെയ്ത് ഡോക്യുമെന്റും എല്ലാം വെരിഫൈ ചെയ്ത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓക്കെ ആണ്, ആ യൂണിവേഴ്സിറ്റിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച്, അതായത് നിങ്ങളുടെ GPA, നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇതെല്ലാം നമ്മൾ നോക്കി അത് ഓക്കെ ആണ് കണ്ടതിന് ശേഷമേ നമ്മൾ യൂണിവേഴ്സിറ്റിയായിട്ട് അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരു 90% നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഉറപ്പാന്ന് പറയാം. അതുപോലെ ഒരു ചോദ്യമായിരുന്നു വിസ കിട്ടാനായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അതിൽ ഗ്യാരണ്ടി ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പോയി അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും വിസ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അതിന്റെ സിമ്പിളായിട്ട് ആൻസർ അങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കിട്ടുകയല്ല. അത് നമ്മൾ ആ ദിവസം വിസ ഇന്റർവ്യൂവിന് ആ വിസ ഓഫീസറെ അല്ലെങ്കിൽ ആ കൗൺസിലറെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ആവശ്യം പറഞ്ഞ് നമ്മൾ വിസ മേടിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അതിന് പ്രാക്ടീസ് ചെയ്യണം, അതിന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാധ്യത കിട്ടാനുള്ളത് കൂടുതലാണ്.